ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡൈനാമിക് ഇക്വേഷനാണ്. ഡൈനാമിക് ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത് ഹൈലീസ് ഫോർമുല മാത്രമാണ്. അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പൈലിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി കണ്ടെത്തുകയെന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് വെച്ചുള്ള പ്രോബ്ലം നോക്കാം. എ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പൈൽ 35 cm by 35 cm is driven by a single acting steam hammer. Estimate the allowable load using engineer's news record formula. Factor of safety 6 തന്നിട്ടുണ്ട്. അത് എഞ്ചിനീയേഴ്സ് ന്യൂസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ബി പാർട്ട് മാത്രം ചെയ്താൽ മതി. അതായത് ഹെയ്ലീസ് ഫോർമുല. ആ കേസിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 4 ആണ് തന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വേറെ കുറച്ച് ഡാറ്റാസും കൂടി തന്നിട്ടുണ്ട്. മാക്സിമം റേറ്റഡ് എനർജി, വെയിറ്റ് ഓഫ് ഹാമർ, ലെങ്ത് ഓഫ് പൈൽ, എഫിഷ്യൻസി ഓഫ് ഹാമർ, കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, വെയിറ്റ് ഓഫ് ദി പൈൽ ക്യാപ്പ്, നമ്പർ ഓഫ് ബ്ലോസ് ഫോർ ലാസ്റ്റ് 25.4 mm, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്, അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് പൈൽ 73.5 kN. ഇത്രയും ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഹെയ്ലീസ് ഇക്വേഷൻ. അപ്പോൾ ഹെയ്ലീസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. പിന്നെ അതിൻ്റെ ഓരോ ടേമും ഏത് യൂണിറ്റിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q = WH μB × μH ഡിവൈഡഡ് ബൈ S + C/2 എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ഹാമർ ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ സമയത്ത് വെയിറ്റ് ഓഫ് ഹാമർ കിലോഗ്രാമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ഓഫ് ഹാമർ നമ്മൾ കിലോ ന്യൂട്ടണിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. വെയിറ്റ് ഓഫ് ഹാമർ നമ്മൾ കിലോ ന്യൂട്ടൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ, ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഇൻ കിലോ ന്യൂട്ടണിലാണ് നമുക്ക് ആൻസർ കിട്ടുക ലാസ്റ്റ്. അപ്പോൾ ഇവിടെ കിലോ ന്യൂട്ടണിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെങ്കിൽ നമുക്ക് ആൻസറും കിലോ ന്യൂട്ടൺ തന്നെ ആണ് കിട്ടുക. അപ്പം Q നമുക്ക് കിലോ ന്യൂട്ടണിലാണ് കിട്ടുക. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഫാൾ, അത് സെൻറ്റിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ μB μH തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടെത്തണം. S എന്ന് പറയുന്നത് ലാസ്റ്റ് ബ്ലോസിൽ പോകുന്ന സെറ്റിൽമെൻറ്റ്, ലാസ്റ്റ് അതായത് സെറ്റിൽമെൻറ്റ് പെർ ബ്ലോ, അത് സെൻറ്റിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സീൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ സീൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എന്തൊക്കെയാണോ ഗിവൺ ഡാറ്റ എന്ന് വെച്ച് നമ്മൾ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് W തന്നിട്ടുണ്ടോ നോക്കാം, അതായത് വെയിറ്റ് ഓഫ് ഹാമർ തന്നിട്ടുണ്ടോ നോക്കാം. ആ വെയിറ്റ് ഓഫ് ഹാമർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 35 kN തന്നിട്ടുണ്ട്. പിന്നെ H തന്നിട്ടുണ്ടോ നോക്കാം. H എന്ന് പറഞ്ഞാൽ എന്താണ് ഫാളിംഗ് ലെങ്ത് ഓഫ് ഹാമർ ആണ് H എന്ന് പറയുന്നത്. അതിന് സെൻറ്റിമീറ്ററിലാണ് നമുക്ക് വേണ്ടത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഈ ഫാൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, H വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പകരം നമുക്ക് തന്നത് ഒരു ഇതെന്ന് പറഞ്ഞാൽ മാക്സിമം റേറ്റഡ് എനർജിയാണ്. നമുക്ക് തന്നത്. ആക്ച്വലി W × H ഒരുമിച്ച് പറയുന്നതാണ് ഈ മാക്സിമം റേറ്റഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് WH ഒരുമിച്ച് തന്നിട്ടുണ്ട് 3500 kN/cm. അതായത് ഒരു ഫോഴ്സിൻ്റെ ഒരു ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എനർജി കിട്ടുമല്ലോ. അപ്പോൾ W ആണ് നമ്മുടെ ഫോഴ്സ് ആയിട്ട് വരുന്നത്, അതിൻ്റെ വെയിറ്റ് ആണ് ഫോഴ്സ് ആയിട്ട് വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ H ആണ്. അപ്പോൾ ആ റേറ്റഡ് എനർജി നമുക്ക് തന്നിട്ടുണ്ട് 3500. പിന്നെ നമുക്ക് μB തന്നിട്ടുണ്ടോ നോക്കണം. μB എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് ബ്ലോ തന്നിട്ടുണ്ടോ നോക്കണം. എഫിഷ്യൻസി ഓഫ് ബ്ലോ നമുക്ക് തന്നിട്ടില്ല, പകരം നമുക്ക് എഫിഷ്യൻസി ഓഫ് ഹാമർ തന്നിട്ടുണ്ട്. ബ്ലോ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ബ്ലോ കണ്ടെത്താൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ഇക്വേഷനാണ്. ഇക്വേഷൻ 2 കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ W ലെസ് ദാൻ EP ആണെങ്കിൽ ഒരു ഇക്വേഷനും W > EP ആണെങ്കിൽ ഒരു ഇക്വേഷനുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കേസിൽ W എന്ന് പറഞ്ഞ വാല്യൂ ലെസ് ദാൻ EP ആണോ ഗ്രേറ്റർ ദാൻ EP ആണോ എന്ന് നമുക്ക് നോക്കണം. അതിൽ E എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ആണ്, അത് തന്നിട്ടുണ്ട്. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ഹാമർ ആണ്, അതും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ഹാമറും നമുക്ക് തന്നിട്ടുണ്ട്. P എന്ന് പറഞ്ഞാൽ എന്താ, P എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് പൈൽ, ആൻവിൽ ആൻഡ് ഹെൽമെറ്റ്, അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പിൻ്റെയും കൂടി വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, P എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ഓഫ് പൈൽ തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് പൈൽ നമുക്ക് തന്നിട്ടുണ്ട് 73.5 73.5 ആണ് നമ്മുടെ വെയിറ്റ് ഓഫ് പൈലായിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വരുന്നൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആൻവിൽ, അതുപോലെ തന്നെ ഫോളോ ഓവർ, അതിൻ്റെ എല്ലാത്തിനും കൂടി വെയിറ്റ് ബാക്കിയൊന്നും തന്നിട്ടില്ല. പക്ഷേ പൈൽ ക്യാപ്പിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 3 kN. പൈൽ ക്യാപ്പും പൈലിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ P എന്ന് പറയുന്നത്. അപ്പോൾ P എന്ന് പറയുന്നത് ഈ പൈൽ ക്യാപ്പിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ പൈലിൻ്റെ വെയിറ്റും രണ്ടും കൂടി ചേർന്നാണ് P എന്ന് പറയുന്നത്. അപ്പോൾ P എന്ന് പറഞ്ഞാൽ എന്ത് വരും, 73.5 + 3 76.5 വരും. W നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 35 ആണ്. E എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ നമുക്ക് ഈ P നമുക്ക് ചെയ്യുന്ന സമയത്ത് 38.2 എന്ന് കിട്ടി. അതായത് W 35 ആണല്ലോ, അപ്പം നമ്മുടെ W is less than EP ആണ്. അപ്പോൾ W less than EP ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്.
ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഇ പി ആണെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലെസ് ദാൻ വന്നുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്കിവിടെ മ്യൂബി കണ്ടെത്താം. മ്യൂബി ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു പ്രോബ്ലം. പക്ഷേ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മ്യൂബി കണ്ടെത്തണം. 0.484 എന്നാണ് നമുക്ക് മ്യൂബി. ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ മ്യൂബി എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ മ്യൂബി കിട്ടി. പിന്നെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് പെർ ബ്ലോ. ഒരു ബ്ലോക്ക് എത്രയാണ് സെറ്റിൽമെൻറ്റ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡാറ്റ നമുക്ക് തന്നിട്ട് നോക്കാം. നമ്പർ ഓഫ് ബ്ലോസ് ഫോർ ലാസ്റ്റ് 25.4 mm. അതായത് ലാസ്റ്റ് 25.4 mm താഴോട്ട് പോകാൻ വേണ്ടി നമ്മൾ 6 ബ്ലോസ് കൊടുത്തിട്ടുണ്ട്. 6 ബ്ലോ കൊടുത്തപ്പോഴാണ് 25.4 mm കൊടുത്തത്. അപ്പോൾ സെറ്റിൽമെൻറ്റ് പെർ ബ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെറ്റിൽമെൻറ്റ് പെർ ബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25.4 ഡിവൈഡഡ് ബൈ 6 അതെടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? എസ് കിട്ടുക. അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം? സെൻറ്റിമീറ്റർ തന്നെയാണ് നമുക്ക്, സെൻറ്റിമീറ്റർ അല്ല നമുക്ക് തന്നത്. അപ്പോൾ നമുക്ക് 25.4 mm അല്ല തന്നത്. അതിന് ആദ്യം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 2.54 സെൻറ്റിമീറ്ററാണ്. 6 ബ്ലോസിനെ കൊണ്ട് 2.54 സെൻറ്റിമീറ്റർ പോയി. അപ്പോൾ പെർ ബ്ലോ എന്ന് പറഞ്ഞാൽ 2.54/6 അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എസ്. ഇനി സി എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ഇലാസ്റ്റിക് കംപ്രഷൻ ഓഫ് പൈല്, അതുപോലെ തന്നെ ഡോളി, പാക്കിംഗ്, ഗ്രൗണ്ട് എല്ലാത്തിൻ്റെയും കൂടിയാണ് സി എന്ന് പറയുന്നത്. സി വാല്യൂ നമുക്കിവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. നമുക്ക് ഗിവൺ ഡാറ്റ നോക്കിയാൽ നമുക്കറിയാം സി വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ C1, C2, C3 ഇതെല്ലാം കൂടി കണ്ടെത്തിയിട്ട് ആഡ് ചെയ്യണം. പിന്നെ ഓരോന്നിനും ഓരോ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് കാണാം. അപ്പോൾ സി കണ്ടെത്തണമെങ്കിൽ C1, C2, C3 ആണ്. അപ്പോൾ C is equal to C1 plus C2 plus C3 നമ്മൾ ചെയ്യണം. അപ്പോൾ C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1ൻ്റെ ഇക്വേഷൻ എന്താണ്? C1 ആണെങ്കിൽ 1.77 R/A ആണ്. നമ്മൾ ഒരു വിത്ത് ഡോളി ആണെങ്കിൽ, ഇനി വിത്തൗട്ട് ഡോളി ആണെങ്കിൽ 9.05 ആണ്. 9.05 RA ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ചിട്ടൊന്നും പറയാത്തതുകൊണ്ട് നമ്മൾ അസ്യൂമിങ് ഡ്രൈവിംഗ് ഈസ് വിത്ത് ഡോളിയാണ് നമ്മൾ ചെയ്യുന്നത്. വിത്തൗട്ട് ഡോളി ആകുമ്പോഴാണ് 1.77 ഡിവൈഡഡ് ബൈ ഇൻറ്റു R/A ചെയ്യുന്നത്. വിത്ത് ഡോളി ആണെങ്കിൽ 9.05 R/A ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്, പ്രത്യേകിച്ചായിട്ടൊന്നും പറയാത്തതിനോട് ഡ്രൈവിംഗ് വിത്ത് ഡോളിന്ന്. അപ്പോൾ വിത്ത് ഡോളി ആവുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 9.05 R/A എന്ന് വരും, ക്യാപിറ്റൽ R/A എന്ന് വരും. പ്ലസ് C2 എന്ന് പറയുന്നത് എന്താണ്? C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പൈലിൻ്റെ ടെമ്പററി കംപ്രഷനാണ് നമ്മൾ പൈലിൻ്റെ നോക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0.657 RD/A. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0.657 RD/A എന്ന് വരും. പ്ലസ് C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ടെമ്പററി കംപ്രഷനാണ്. അതിന് നമുക്ക് റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ 3.55 R/A. ഇത്രയും വലിയൊരു ഇക്വേഷൻ നമുക്ക് കാണാപ്പാടം പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുവരെയായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ചോദിച്ച് കണ്ടിട്ടില്ല, ഇത്രയും ബൈ ഹാർട്ട് പഠിച്ചിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി ഇൻ കേസ് ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് മിനിമം ഈ ഒരു ഇക്വേഷനെങ്കിലും ഈ ഒരു കണ്ടീഷൻ എന്നെങ്കിലും പഠിച്ച് വെക്കുക, എങ്ങാനും ചോദിച്ചാലോ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം 3.55 R/A ആണ്. അപ്പോൾ നമുക്കിതിന്ന് എന്താ R/A എല്ലാത്തിനും R/A കോമൺ ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? R എന്ന് പറഞ്ഞാൽ പൈൽ റെസിസ്റ്റൻസ് ആണ്. പൈൽ റെസിസ്റ്റൻസ് ഇൻ ടൺസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. A എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് പൈലാണ്. പിന്നെ അതുപോലെ തന്നെ D എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് പൈലാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ R/A വേണം. അപ്പോൾ R എന്ന് പറഞ്ഞാൽ ഇൻ ടെൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് R/A കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ R/A ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ R/A കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്തുണ്ടാവും? 9.05 പ്ലസ് 0.657, ഇവിടെ ഒരു D എന്ന് പറഞ്ഞൊരു ടൈം എക്സ്ട്രാ ആണ്, D പ്ലസ് 3.55 ഇൻറ്റു R/A എന്ന് എഴുതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് തന്നിട്ടുണ്ട്. എന്താണ്? D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. D എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് പൈലാണ്. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ നമ്മൾ സ്മോൾ ഡീനെ കൊണ്ടാണ് കാണിക്കുക കേട്ടോ, ക്യാപിറ്റൽ D അല്ല. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് പൈലാണ്. ലെങ്ത് ഓഫ് പൈൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 മീറ്റർ. അപ്പോൾ ആ 15 മീറ്റർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ എന്ത് വരും? R/A ഉണ്ട്. A എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ഓഫ് പൈൽ. അപ്പോൾ ഏരിയ ഓഫ് പൈൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഒരു സ്ക്വയർ ആയിട്ടാണ് തന്നത്. 35 സെൻറ്റിമീറ്റർ ബൈ 35 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 35 ബൈ 35 ഇൻറ്റു 35 എന്ന് തന്നെ ചെയ്യാം. ഏരിയ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. ഓർക്കുക, R എന്ന് പറയുന്നത്
ഈ ഇക്വേഷൻ ആർ എന്ന് പറയുന്നത് ടണ്ണിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഏരിയ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ അതിനോട് 35/35 എന്ന് തന്നെ ചെയ്താൽ മതി. അപ്പോൾ 0.018 ആർ എന്ന് എഴുതി. അപ്പോൾ ആക്ച്വലി ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് പൈലാണ്. അതായത് താഴോട്ട് പോകാണ്ട് പൈൽ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് പൈൽ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് പൈൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയായിരിക്കും? അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി തന്നെയായിരിക്കും. അതിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി തന്നെയായിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതുതന്നെയാണ് നമ്മുടെ ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഇൻ കിലോ ന്യൂട്ടൺ ആണ്. പക്ഷേ ആർ എന്ന് പറയുന്നത് നമുക്ക് ടെന്നിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഈ QU തന്നെയാണ് ആറ്, പക്ഷേ യൂണിറ്റ് രണ്ടിൻ്റെയും വ്യത്യാസമുണ്ട്. നമുക്ക് യൂണിറ്റ് കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ QU എന്ന് പറയുന്നത് ഇപ്പോൾ കിലോ ന്യൂട്ടൺ ആണ്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ടെന്നിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10⁻³ ന്യൂട്ടൺ ആണ് ഒരു കിലോ ന്യൂട്ടൺ. അപ്പോൾ QU × 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? QU എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഇൻ ന്യൂട്ടൺ എന്ന് കിട്ടി. QU ആണ് നമ്മൾ കൺസിഡർ ചെയ്തതെന്ന് എന്താ? QU എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് തന്നെയാണ്. റെസിസ്റ്റൻസ് ഇൻ കിലോ ന്യൂട്ടൺ ആണ് QU. അപ്പോൾ അതിന് അപ്പോൾ QU × 10⁻³ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? റെസിസ്റ്റൻസ് ഇൻ ന്യൂട്ടൺ കിട്ടി. അപ്പോൾ നമുക്ക് QU × 10⁻³ ഡിവൈഡഡ് ബൈ ഒരു G ചെയ്താൽ, അതായത് 9.81 ചെയ്താൽ, 9.81 നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10 ആക്കി എടുക്കുക. 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അപ്രോക്സിമേറ്റ്ലി 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ന്യൂട്ടൺ എന്നുള്ളത് കിലോഗ്രാമിലേക്കായി മാറിയല്ലോ. അപ്പോൾ നമുക്കിവിടെ റെസിസ്റ്റൻസ് ഇൻ കിലോഗ്രാമിൽ കിട്ടും. നമുക്ക് എന്താ വേണ്ടത്? റെസിസ്റ്റൻസ് ഇൻ ടണ്ണിലാണ് കിട്ടുന്നത്. നമുക്കറിയാം 1000 കിലോഗ്രാം ചേർന്നാലാണ് ഒരു ടണ്ണാവും. 1000 കിലോഗ്രാമാണ് ഒരു ടണ്ണ്. അപ്പോൾ നമുക്കിതിനെ ടണ്ണിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? QU × 10⁻³ ഡിവൈഡഡ് ബൈ 10 ആയിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഡിവൈഡഡ് ബൈ 10 ആയിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതിന് ഇങ്ങനെ ചെയ്താൽ കിലോഗ്രാമാണ്. അതിന് ടണ്ണിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു 1000 കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? QU / 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ ഇതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റെസിസ്റ്റൻസ് ഇൻ ടണ്ണിലായി മാറി. ഇങ്ങനെ യൂണിറ്റ് കൺവേർഷൻ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിൻ്റെ ആറിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആറിന് പകരം നമുക്ക് ശരിക്കും QU / 10 വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. QU / 10 വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ QU / 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് C വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0018 QU എന്ന് കിട്ടി. അത് യൂണിറ്റ് കൺവേർഷൻ വരുന്നതാണ്. QU എന്ന് പറഞ്ഞാൽ കിലോ ന്യൂട്ടൺ ആണ്. ന്യൂട്ടണിലേക്ക് മാറ്റാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിലോഗ്രാമിലേക്കാക്കാൻ വേണ്ടി ഒരു 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അതായത് 10 എന്ന് പറഞ്ഞാൽ 9.81 അപ്രോക്സിമേറ്റ്ലി 10 എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് അതിനെ വീണ്ടും ഈ കിലോഗ്രാമുള്ളതിനെ വീണ്ടും 10ലേക്ക് മാറ്റാൻ വേണ്ടി വീണ്ടും ഒരു 1000നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് C വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം 0.0018 QU എന്നാണ് നമുക്കിപ്പം C വാല്യൂ കിട്ടിയത്. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ QU = നമുക്ക് WH μB μH ചെയ്ത സമയത്ത് ഇവിടെ നമ്മൾ WH 3500, μB നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 0.484, μH നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.8, S നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2.54/6 പ്ലസ് C/2. C എന്ന് പറഞ്ഞ വാല്യൂ നമുക്കറിയാം 0.0018 QU ഡിവൈഡഡ് ബൈ ഒരു 2 കൂടി വരുന്നത് കൊണ്ടാണ് 0.009 QU ആയത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അത് സോൾവ് ചെയ്താൽ നമുക്ക് QU കിട്ടും. നമ്മളോട് ചോദിച്ചത് അതിൻ്റെ മാക്സിമം ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി അല്ല, അതിൻ്റെ അലൗബിൾ ആണ്. അപ്പോൾ അലൗബിൾ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്താൽ നമുക്ക് 254 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഹെയ്ലീസ് ഫോർമുല വെച്ച് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. ഡിഫിക്കൽട്ടി എന്ന് പറയാൻ കാരണം കുറേ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കാനുണ്ട്. അപ്പം ഈ ഒരു പ്രോബ്ലമെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കുക. യൂണിറ്റ് കൺവേർഷൻ മനസ്സിലാക്കുക, ഏത് യൂണിറ്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കുക.